നിങ്ങൾ സൈലന്റ് വാലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാലക്കാടിൻ്റെ സൈലന്റ് വാലി അല്ല, ഇത് മൂന്നാറിൻ്റെ സ്വന്തം സൈലന്റ് വാലി. മൂന്നാറിലെ ഒരു ഹിഡൻ ജെമ്മ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു സ്ഥലത്തേക്ക് 17 കിലോമീറ്റർ മാത്രമാണ് മൂന്നാർ ടൗണിൽ നിന്നുള്ള ദൂരം. കൊളുക്കുമല, സൂര്യനെല്ലി, ജീപ്പ് സഫാരിയൊക്കെ എടുക്കുന്നവർ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ടാവും. പബ്ലിക്കിന് ഈ ഒരു സ്ഥലത്തേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഈ ജീപ്പ് ട്രക്കിംഗ് വഴി വരുന്നവർക്കാണ് ഇവിടെ എത്താൻ സാധിക്കുക. എവിടെ തിരിഞ്ഞു നോക്കിയാലും കുറേ അടിപൊളി ഫ്രെയിംസ് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി സ്ഥലം. അതാണ് എനിക്ക് ഈ സൈലന്റ് വാലിയെക്കുറിച്ച് പറയാനുള്ളത്. മുന്നേ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ബ്യൂട്ടി കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഒട്ടനവധി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ കാരണത്താൽ ഈ മരങ്ങളെല്ലാം വെട്ടിമാറ്റിയിരിക്കുകയാണ്. പകരം പുതിയ മരത്തൈകൾ നട്ടിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വഴി അറിയാൻ സാധിച്ചത്. കണ്ണൻദേവൻ ഹിൽസിൻ്റെ ഒരു ഭാഗമാണ് ഈ സൈലന്റ് വാലി. ഇവിടുത്തെ നാട്ടുകാരെന്ന് പറയുന്നത് ഇതിനകത്ത് ജോലി ചെയ്യുന്നവർ തന്നെയാണ്. മൂന്നാറിൽ നിന്നും വരുന്ന വഴി 2 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേണം നമുക്ക് ഈ ഒരു അതിമനോഹരമായ സ്ഥലത്തേക്ക് എത്താൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊളുക്കുമലയുടെ വ്യൂവും ഈ പുഴകളും ഈ ലാൻഡ്സ്കേപ്പും ഈ ഗ്രൗണ്ടും ആ മരങ്ങളും ചെറിയ ചായക്കടയും എല്ലാം നമുക്ക് നല്ലൊരു ആംബിയൻസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പറയുന്നത് ഇനി ഇവിടെ അടുത്ത് വരാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഗ്രൗണ്ടിലൊക്കെ വണ്ടി ഇറക്കിയുള്ള അഭ്യാസങ്ങളൊന്നും ഇവിടെ കാട്ടരുത്. ഈ സ്ഥലം എന്നും ഇങ്ങനെ തന്നെ കാണാനാണ് എൻ്റെ ഏറ്റവും ഭംഗി. അപ്പോൾ ഇതുപോലെ കുറച്ച് അടിപൊളി നല്ല സ്പോട്ടുകളായിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.